ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വാട്ടർമെലൺ ക്രഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. നമുക്ക് വാട്ടർമെലൺ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവുന്നതാണ്. അത് ഒത്തിരി കാശൊന്നും കൊടുത്ത് മേടിക്കേണ്ട, എല്ലാവരുടെ വീട്ടിലും തന്നെ ഈ ചൂട് കാലത്തൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാവും അല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് വെള്ളം കുടിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്യും, അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ജ്യൂസ് അടിച്ചോ ഷേക്കായിട്ടൊക്കെ കൊടുക്കുന്നത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിന്നൊരു വാട്ടർമെലൺ ക്രഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ വളരെ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ക്യൂബ്സ് ഒന്നും അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല, നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ഗ്ലാസ് പാല്, കാച്ചിയ പാല് തണുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ദെൻ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കസ്കസ് ആണ്. അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നേരത്തെ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലനെ നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. വലിയ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റുന്ന സമയത്ത് തന്നെ അതിനകത്തു നിന്നുള്ള ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചുലയുടെ ബോട്ടം വെച്ചിട്ടോ ഒക്കെ നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യാം. അപ്പോൾ ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂട്ട് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയും ആ വാട്ടർമെലനുമായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ആ മധുരമൊക്കെ ആ വാട്ടർമെലനിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിലരിത് മിക്സിയിൽ അടിച്ച് എടുക്കാറുണ്ട്, പകുതി എടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, ജ്യൂസായിട്ടല്ല നമ്മളിവിടെ ചെയ്യുന്നത്, ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാലും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മൾ ചതച്ചെടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അതങ്ങ് ഉടഞ്ഞ് വെള്ളം പോലെ ആയിപ്പോവാതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ഉടച്ച ശേഷം നമ്മൾ കസ്കസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അത് നല്ല തിക്കായിട്ട് നല്ലപോലെ കുതിർന്നിരിപ്പുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടത്തില്ല. നമ്മൾ ആ ജ്യൂസിനകത്ത് അല്ലെങ്കിൽ ആ ക്രഷിനകത്ത് അതിങ്ങനെ കുഞ്ഞു ബോൾസ് പോലെ കിടക്കണമെന്ന് നല്ല രസമാണ്, ആ ഒരു ഫീല് കിട്ടത്തില്ല. അതിനോട് ഇപ്പോൾ എൻ്റെ മോള് ബാക്കിയിരിക്കുന്ന കസ്കസും കൂടെ അതിലോട്ട് തട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മധുരം നിങ്ങൾ നോക്കിക്കൊള്ളണം. വാട്ടർമെലന് ആവശ്യത്തിന് തന്നെയുള്ള മധുരം ഉണ്ട്. അപ്പോൾ അത് പോരാത്തത് കൊണ്ട് നമുക്ക് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. കൂടുതൽ മധുരം ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മടുപ്പ് തോന്നും കഴിക്കുമ്പോഴത്തേക്ക്. അതിനപ്പോൾ പാകത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പാല് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജ്യൂസൊന്നും പറയാൻ പറ്റത്തില്ല, ഷേക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതിന് എന്തെന്ന് വിളിക്കുന്നത്, വാട്ടർമെലൺ ക്രഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ആ കസ്കസൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടി നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ ആ ഒരു ക്രഷ് നമുക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റ് എല്ലാം തന്നെ തണുത്തതാണ്. നമ്മൾ വാട്ടർമെലനായാലും പാലായാലും ഒക്കെ നല്ല തണുത്തതായതുകൊണ്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ടോ മറ്റോ നമുക്ക് ഒഴിച്ച് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 കുഞ്ഞ് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വാട്ടർമെലൻ തന്നെ ബാക്കിയിരുന്ന വാട്ടർമെലൻ ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. അത് അത്രത്തോളം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. അത് ഇടയ്ക്കൊക്കെ ചിലതൊക്കെ പൊട്ടിപ്പോയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത്. അപ്പോൾ നോക്കി നമ്മൾ ആ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ച ആ ഷേക്കിനകത്ത് നമ്മൾ കസ്കസും പാലും ആ വാട്ടർമെലനും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതെല്ലാം തന്നെ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ജ്യൂസ് റെസിപ്പി അല്ലെങ്കിൽ നമ്മൾ ഷേക്ക് റെസിപ്പിയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു വാട്ടർമെലൺ ക്രഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നിങ്ങൾ വാട്ടർമെലൺ വീട്ടിൽ മേടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിവിടെ ബാക്കി വന്നത് ഒരു ചെറിയൊരു ബൗളിലും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ബൗളിലേക്കും കൂടെ മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ആയാലും, തണുപ്പിച്ചായാലും അല്ലെങ്കിലായാലും എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.